ഹലോ. ഒരു ചെറിയ ചട്ടിയിൽ തന്നെ നിറയെ പൂക്കളുമായിട്ട് നിൽക്കാൻ ഒരു സീക്രട്ട് ഉണ്ട് കേട്ടോ. അത് വെറുതെ നമ്മളെ ചട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൂവൊന്നും ഉണ്ടാകത്തില്ല. പൂ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ നല്ല പവർഫുള്ളായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കണം. ഫെർട്ടിലൈസേഴ്സ് ആകുമ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹോം മെയ്ഡായിട്ട് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ്. ഇതിന് ആവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ വെറും കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, നമ്മൾ ചോറ് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുന്ന കഞ്ഞിയുടെ വെള്ളം, ആ വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു നുള്ളുപ്പ്, ഈ ഉപ്പെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ടുള്ള കറിക്കിടുന്ന ഉപ്പല്ല, എപ്സം സോൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിന് ഹാംഫുൾ എഫക്ട്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രയോജനങ്ങളും ഇതേപോലെ ഇത് കണ്ടു, ഇത് ഒരു ചട്ടിയിലാണ് ഇത്രയും കുല പൂക്കൾ ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. അപ്പോൾ ഓർക്കിഡുകളിലും റോസിലും ഒക്കെ നിറയെ എല്ലാ ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫെർട്ടിലൈസറാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ മഗ്നീഷ്യം നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ ചെടിയുടെ ഓവറോൾ ഒരു ഗ്രോത്തിനെ നല്ല പോലെ പ്രൊമോട്ട് ചെയ്യാൻ ഈ ഫെർട്ടിലൈസർ സഹായിക്കും. നമുക്കിഷ്ടമല്ലേ നമ്മുടെ ചെടികളുടെ ഇലകളൊക്കെ നല്ല പച്ച നിറത്തിലൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ചിലപ്പം ചിലരുടെയൊക്കെ ചെടികളുടെ ഇലകൾ, ചിലരുടെ അല്ല, എൻ്റെയും ചില ചെടികളുടെ ഇലകൾ ചില സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളറിലൊക്കെ ഇലയുടെ കളറ് മാറിപ്പോകും. അപ്പോൾ ഇലയുടെ കളറ് നല്ല പച്ച നിറമായിട്ട് വരാനും പൂക്കൾ നല്ല രീതിയിൽ നല്ല റെഡ് കളറിൽ, അതായത് കളർഫുൾ ഫോളിയേജ് വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ഫെർട്ടിലൈസറാണിത്. അപ്പോൾ പൂക്കൾക്ക് കളറിന് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് കളേഴ്സ് കിട്ടാനും നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവാണിത്. ഞാനിത് യൂഷ്വലി ഒരു എവറി മന്തൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും 2 മാസത്തിലൊരിക്കലൊക്കെ ഇത് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ഫെർട്ടിലൈസർ മാത്രമല്ല കേട്ടോ, ഫെർട്ടിലൈസേഴ്സ് ഞാൻ മാറ്റി യൂസ് ചെയ്യും. അതായത് ഇടയ്ക്ക് നമ്മുടെ ചെടിയുടെ ഹെൽത്തിനനുസരിച്ച് മഗ്നീഷ്യം കുറവാണെങ്കിൽ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കും, പൂക്കൾ കുറവാണെങ്കിലും ഈ ഒരു ഫെർട്ടിലൈസേഴ്സ് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ആ ചെടിയുടെ ഹെൽത്ത് നമ്മൾ നോക്കി നമ്മൾ മനസ്സിലാക്കണം. ചെടിയുടെ ആരോഗ്യം എന്ത് കൊടുത്താൽ ആ ചെടിയെ ഒന്ന് നല്ലപോലെ പോഷിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കി നല്ല പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ചെടികളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നിങ്ങൾക്ക് അടുക്കളയിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയത്, ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ചെടികൾക്കും പൂക്കൾക്കും മാത്രമല്ല കേട്ടോ, പൂക്കളുണ്ടാകുന്ന ചെടികൾക്ക് മാത്രമല്ല, ഇതുപോലെ നമ്മുടെ കുരുമുളകിന്, നമ്മുടെ പച്ചക്കറികൾക്ക്, ഒട്ടുമിക്ക പച്ചക്കറികൾക്കും ഇത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് എപ്സം സോൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റാണ്. ഈ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് മഗ്നീഷ്യമുണ്ട്, സൾഫറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ചെടികളുടെ ഇലകൾക്ക് നല്ല പച്ച നിറം നൽകുന്നതാണ് മഗ്നീഷ്യം. അതായത് ക്ലോറോഫിൽ പ്രൊഡക്ഷന് സഹായിക്കുന്നു. ക്ലോറോഫിൽ നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രമേ ചെടികൾക്ക് നല്ല രീതിയിൽ അതിന് വേണ്ട ആഹാരം അതിന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ് സൾഫർ എന്ന് പറഞ്ഞാൽ ചെടിയുടെ ഇലകൾക്കുണ്ടാകുന്ന മഞ്ഞ നിറത്തിൽ നിന്ന് ചെടിയെ മാറ്റി നല്ല പച്ച നിറം കൊടുക്കുന്നതാണ് ഈ സൾഫർ എന്ന് പറയുന്നത്. അന്നേരം ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ നമ്മൾ വേറൊരു കാര്യം കൂടി യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കഞ്ഞിവെള്ളം. എന്നിട്ട് ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 1 കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 ലിറ്റർ വെള്ളം, ഈ രണ്ടും കൂടെ കഞ്ഞിവെള്ളം ഈ വെള്ളത്തിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എപ്സം സോൾട്ടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 2 ടീസ്പൂണാണിത്. അപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇടുക. ഇപ്പം 2 ലിറ്ററിന് 1 ടേബിൾ സ്പൂൺ എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കാം. എപ്സം സോൾട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മൾ ഇത് നല്ലപോലെ വെള്ളത്തിൽ ലയിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ കൊണ്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് വേര് നല്ല രീതിയിൽ നനയത്തക്ക രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളിയർ ആപ്ലിക്കേഷനായിട്ട് ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് നല്ല ബുഷിയായിട്ട് റോസ് വളരാനൊക്കെ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇത്. റോസിന് അതുപോലെ തന്നെ തക്കാളിക്ക് നല്ല മധുരമുള്ള തക്കാളിപ്പഴം ഉണ്ടാകാനും തക്കാളി നല്ല ബുഷിയായിട്ട് കിളിച്ചു വരാനും
ഒക്കെ നല്ലതാണ് ഈ ഒരു ഫെർട്ടിലൈസർ കേട്ടോ. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. കണ്ടോ, ഈ റോസിനൊക്കെ പുതിയ ഒരു ഇങ്ങനെ ബ്രാഞ്ചസ് വരാനും പൊട്ടിക്കിളിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇത് വളരെ നല്ല. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് റിപ്പീറ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉണങ്ങി വാടിപ്പോയ റോസിനൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ മണ്ണിലുള്ള ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാൻ, അതിൻ്റെ വേരിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരെ ഈ എപ്സം സോൾട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ ചെടികളുടെ ഗ്രോത്ത്, ഓവറോൾ ഗ്രോത്തിന്, പിന്നെ നമ്മളിടുന്ന സീഡ്സൊക്കെ ജെർമിനേറ്റ് ചെയ്യാനും ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ഫെർട്ടിലൈസറാണ് എപ്സം സോൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റ്. ഇത് ഒരുമാതിരി എല്ലാ കടകളിലും തന്നെ വാങ്ങിക്കാനും കിട്ടും. അതുകൊണ്ട് തന്നെ ഒത്തിരി നല്ലതാണ്, നമുക്ക് ഈസി അവൈലബിൾ. ഓൺലൈനിൽ സെർച്ച് ചെയ്താലും മതി, നമുക്ക് എപ്സം സോൾട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.